അദ്ദേഹം പല ചരിത്രങ്ങൾ എവിടെയാണോ ഗൗരവകരമായി പ്രതിഷ്ഠിക്കേണ്ടത് അവിടെയൊക്കെ പ്രതിഷ്ഠിച്ചിട്ടുള്ള, അങ്ങനെ ഭാഗ്യം ലഭിച്ചിട്ടുള്ള ആദ്യത്തെ കലാകാരനാണ് സുരേഷ് പൊളാഷ്. പുതിയ തലമുറയ്ക്ക് ഒരു സ്ഥാപനം, ഒരു സാംസ്കാരികത്തിനെ വരയ്ക്കുവാനുള്ള നിറം കൂട്ടി മനസ്സുകൾ ഒരുമിപ്പിക്കുവാനുള്ള സ്ഥാപനം പ്രാർത്ഥിക്കുന്നുണ്ട്. വളരെയധികം ചന്യമായ മനസ്സിന്റെ ഉടമയായിട്ടാണ് അദ്ദേഹത്തെ രംഗങ്ങളുടെ സാംസ്കാരിക പ്രവർത്തന മേഖലയിൽ വ്യവസായിക്കുവാൻ സുരേഷ് പൊളാഷ് ഞാൻ വളരെയധികം ബഹുമാനിക്കുന്ന, വർഷങ്ങളായി തന്നെ പരിചിതമാണ്. 50 വർഷമായി എനിക്ക് പരിചയമുള്ള എഴുത്തുകാരനാണ്, ഭാഷാ പണ്ഡിതനാണ്, നിരൂപകനാണ്, പ്രഭാഷകൻ, വിദ്യാഭ്യാസ പ്രവർത്തകൻ, പ്രസാധകനാണ് ശ്രീ വർക്കല ഗോപാലകൃഷ്ണൻ. ഞാൻ ഇത്രയും പറയാനാണ് എൻ്റെ അനുഭവങ്ങളിലൂടെ അദ്ദേഹത്തെ തിരിച്ചറിയാൻ സാധിച്ചത്. അദ്ദേഹമാണ് ഗ്രാമ പ്രഭാഷണം നടത്തിയത്. പുസ്തകം സ്വീകരിച്ചത് കവിയുടെ മകൾ. അടുത്തൊരു കവിത കവിയുടെ മകൾ അല്ലെ, അധ്യാപിക പഠിക്കുകയാണ്. അച്ഛനെ മനസ്സ് ചേർത്ത് വെച്ച് അച്ഛൻ്റെ സാഹിത്യ പ്രവർത്തനങ്ങൾക്ക് വളരെയധികം മാറ്റം കൊടുക്കുന്നതിന് ആത്മാർത്ഥമായി പരിശ്രമിക്കുന്ന അച്ഛൻ ഏറ്റവും വലിയ സ്വത്താണ് ശ്രീകല SS എന്ന് ഞാൻ പറയും. ശ്രീകല SS ആണ് ആദ്യം പ്രതി ഏറ്റുമാറ്റി. ഈ സാംസ്കാരിക സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. പ്രകാശനങ്ങളുടെ ഉദ്ഘാടനം നല്ലതായി ഞാൻ ഇപ്പോൾ ചിന്തിക്കും. ഉദ്ഘാടനം ചെയ്യുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 55 വർഷങ്ങളിലേറെ കവിതയുമായിട്ട്, നാടകവുമായിട്ട്, ബാലസാഹിത്യവുമായിട്ട് നമ്മുടെ മലയാള ഭാഷയ്ക്ക് കുട്ടികൾക്ക് വേണ്ടി പഴഞ്ചൊല്ലുകളുടെ പൊരുളുമായിട്ട് പുരാണ ഇതിഹാസങ്ങളെ എല്ലാം തന്നെ സംബന്ധിക്കുന്ന പുസ്തക രചനയുമായിട്ടും ഒക്കെ തന്നെ നമ്മുടെ മലയാള ഭാഷയിൽ ഏറ്റവും ധന്യതയോടെ പറയാവുന്ന നാമധേയങ്ങൾ പടംപുരി ഇതിന് കേരള സംസ്ഥാന ബാലസാഹിത്യ പുരസ്കാരം. അദ്ദേഹത്തിന്റെ പുരസ്കാരം ഞങ്ങൾക്ക് എല്ലാം പുരസ്കാരമായിട്ട് ആത്മാസമായി ധന്യതയോടെ കഴിവുകളാണ് ഞങ്ങൾ എല്ലാവരും. അദ്ദേഹം ഒരിക്കലും നിസ്സാരമായ വളരെ ഗൗരവപരമായിട്ടുള്ള സാഹിത്യത്തെയും സാംസ്കാരിക പ്രവർത്തനത്തെയും നാടിന്റെ ഉന്നമനത്തിന് വേണ്ടി എന്താണ് എഴുത്തുകാരന് ചെയ്യാൻ സാധിക്കുന്നത് സത്യസന്ധമായ തൂലികാചാരങ്ങളുമായി ഞാൻ ഇനി പറയുമ്പോൾ ആദ്യത്തിൽ പോയിരിക്കുന്ന പേരാണ് വിജയകുമാർ. മണിക്കിണർ പോലുള്ള അദ്ദേഹത്തിന്റെ നിരവധി നാടകങ്ങളും കവിതകളും ഗാനങ്ങളും ഒക്കെ അടുത്ത് അരങ്ങുള്ള അനുഭവത്തിലൂടെ പോലെയാണ്. ഞാൻ വീട്ടിൽ പോയി അമ്മ വളർത്തി വന്ന ആഹാരം അച്ഛനെ അറിയാം. വിജയകുമാരായി ഞാൻ പറയും പ്രമുഖരായ ഒരു സാഹിത്യകാരൻ എഴുതുന്നതാണ്. സാഹിത്യം തികക്കം ചോദിച്ചാൽ അദ്ദേഹം കവിതയിലും നാടകത്തിലും കഥയിലും ഗാനങ്ങളിലും അഭിനയത്തിലും സിനിമയിലും സീരിയലിലും ടെലിസിനിമയിലും അഭിനയത്തിലും ഒക്കെ തന്നെ അദ്ദേഹത്തിന്റെ മികവ് പ്രകടമാക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ നമുക്ക് അഭിമാനിക്കാവുന്ന ആക്ടിങ്ങിൽ മാത്രമല്ല, നമുക്ക് പത്രപ്രവർത്തന രംഗത്ത് 25 വർഷക്കാലം കേന്ദ്ര ഗവൺമെന്റിൽ പ്രവർത്തിച്ച ആണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അങ്ങനെയുള്ള ബഹുമാനായ ശ്രീ വിജയൻ പാറാഴി ആറ്റുമിലെ വനിതകൾക്ക് മാത്രമല്ല അഭിമാനം, സുജാ കമല എന്ന് പറയുന്ന അധ്യാപക വർഗങ്ങൾക്ക്, മലയാള ശാലയ്ക്ക്, സാംസ്കാരിക രംഗത്ത്, ഭാഷയിൽ നമുക്ക് എടുത്തു കാട്ടാവുന്ന നല്ല മനസ്സിന്, വിശാലമായ മനസ്സിന്റെ ഉടമയാണ് ശ്രീമതി സുജാ കമല ടീച്ചർ എന്ന് പറയുന്നത്. സാഹിത്യ പ്രവർത്തക മാത്രമല്ല, കവയിത്രി മാത്രമല്ല, മികച്ച അധ്യാപികയും. പിന്നെ ഇവിടെ ബിനുവില്ല, അതിന്റെ കേസ് നിങ്ങളിപ്പോൾ ആൾക്കാരൊക്കെ അങ്ങനെ നിർമ്മിച്ച് പരിപാടികൾ ബിനു ബിരുദനായ
മിടുക്കനായ ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയിൽ, സാംസ്കാരിക പ്രവർത്തകൻ, വലിയ പ്രഭാഷകൻ എന്ന നിലയിൽ എനിക്ക് ബഹുമാനാഭിനവേദന. എൻ്റെ വീട്ടിലെ ഒരു അമ്മ പോലെയാണ് മത്സ്യവും ഉദ്യോഗമാണ്. അദ്ദേഹം പറയുന്നത് അത്രയും നമുക്ക് ഉള്ളുകൊണ്ട് ആഴക്കൊണ്ട് സൗഹൃദത്തിലും സ്നേഹത്തിലും സാംസ്കാരിക പ്രവർത്തന മേഖലയിൽ കവിതയിലും ഒക്കെ തന്നെ ഒരുപോലെ വിചാരിക്കുന്ന മത്സ്യവും ഉദ്യോഗമാർ ഈ പ്രദേശത്തിലെ സാംസ്കാരിക പ്രവർത്തകരുടെ ഏറ്റവും നല്ല മുഖമാണ്. കലാകേരളത്തിന്റെ ശിതു വർക്കല്ലോ ഭാഗത്തുനിന്നും ക്യാമറയുമായിട്ട് കേരളത്തെ അതിന്റെ സാംസ്കാരികമായിട്ടുള്ള, കലാപരമായിട്ടുള്ള, സാഹിത്യപരമായിട്ടുള്ള എല്ലാ മേഖലകളിലും അല്ലെങ്കിൽ ഇങ്ങനെ ശിരും വർക്ക ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മളോട് സഹകരിക്കുകയും സമർപ്പിക്കുകയും ചെയ്യുകയും നമ്മളുടെ കുടുംബത്തിലെ അംഗത്തെ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഇടപെടുകയും ചെയ്യുന്ന ഒരു മഹത്വം സിനോ വർക്കല. കോട്ടയത്ത് ജോസ് മാത്യു സാറെ നമ്മൾ അദ്ദേഹത്തിന് വേണ്ടി കഴിയുന്നുണ്ട്. അദ്ദേഹം ഇതിനു വേണ്ടി ഇവിടെ എത്തിയ അദ്ദേഹമാണ്. കോട്ടയത്തിന്റെ സാംസ്കാരിക സാഹിത്യ സാമൂഹിക പ്രവർത്തന മേഖലയിൽ നിന്ന് നമുക്കിതാ തിരുവനന്തപുരത്ത് ഒരു മഹത് വ്യക്തിത്വം എത്തിയിരിക്കുന്നു. ജോസ് മാത്യു സാർ. ഇനി എനിക്ക് പറയാനുള്ള സ്വാഗതം പറഞ്ഞ എന്റെ ചിരകാല സുഹൃത്തുക്കൾ വരെ മലയാള ശാലയുടെ സെക്രട്ടറി എന്നവരെ ഇവിടുത്തെ സാംസ്കാരിക വിദ്യാഭ്യാസ പരിപാടികളിലും ബാലവൃത്തങ്ങളുടെ പരിപാടികളിലും ഒക്കെ തന്നെ നമ്മുടെ ഈ സ്റ്റേജിന്റെ തന്നെ സെറ്റപ്പത്തിനായിരിക്കുന്നതൊക്കെ സ്വയം നിർദ്ദേശിച്ച് അതിൻ്റെതായ ചുറ്റുപാടുകളിലൂടെയൊക്കെ തന്നെ വളരെ അച്ചടക്കത്തോടുകൂടി ഈ പരിപാടികൾ നടത്തുന്ന ഒപ്പം ഗാനശാസ്ത്രത്തിലും സംഗീതത്തിലും സാഹിത്യത്തിലും ഒക്കെ തന്നെ നമ്മളോടൊപ്പം മികവ് പ്രകടമാക്കുന്ന ഗോപൻ ഇവിടെ പ്രാർത്ഥന ചൊല്ലിയ അനുഗ്രഹീത ഗായിക നമ്മുടെ ഒരു മോൾ എന്ന് അനുഗ്രഹീതയായ ഗായിക അശ്വതി ശശിധരൻ. ഇനി നമ്മുടെ കവിതയെ കൊണ്ടാണ് എല്ലാവരും കവിത ചൊല്ലിയിട്ടേ പോകാവും എന്നൊരു അഭിപ്രായമുണ്ട്. ഞാൻ നേരത്തെ ഇന്ത്യയിൽ പരിപാടി ഈ കവിതയുടെ അധ്യക്ഷനായി ഇരിക്കുന്നതിന്റെ ഏറ്റവും അടുത്തറിയാവുന്ന മികവുറ്റ കവി എന്ന നിലയിൽ, അധ്യാപകൻ എന്ന നിലയിൽ, സംഘാടകൻ എന്ന നിലയിൽ, സാംസ്കാരിക പ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ ഏറ്റവും ആദരവോടെയാണ് ദീപക് ബ്രഹ്മത്തിന് കവിയരങ്ങിൽ പങ്കെടുക്കുന്ന കവി. എന്തിനാണ് നിങ്ങൾക്ക് എത്രയും സ്വാഗതം പറഞ്ഞാൽ ഇദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞാൽ എനിക്ക് പറഞ്ഞേ പറയാം. ഇനി ഞാൻ ശശിയുടെ ഈ പുസ്തകം ഏറ്റുവാങ്ങാനുള്ള നിയോഗം എനിക്കാണ്. അത് സംഘാടകരുടെ മനസ്സാണോ ശശിയുടെ മനസ്സാണോ എനിക്കറിയില്ല. എന്റെ പ്രിയ സുഹൃത്ത് കുമാരി നമ്മുടെ ചെയർപേഴ്സൺ വളരെ 10-40 വർഷമായി അടുത്ത പരിചയമുള്ള 3-4 ദിവസം കൂടി ഞങ്ങൾ ഒരുമിച്ച് യോഗത്തിലുണ്ടായി. അധികം നഗരസഭയുടെ ചെയർപേഴ്സൺ അദ്ദേഹം വരാത്തതുകൊണ്ടാണ് ഈ പുസ്തക പ്രകാശനം നടത്തുവാൻ അവസരം കിട്ടിയത് എന്നുള്ള കാര്യം ഞാൻ മാറ്റണം. അത് ഓർമ്മിച്ചു കൊടുത്തു. ഈ പുസ്തകത്തെ കുറിച്ച് ഏതാണ്ട് വാക്കുകൾ പറയാൻ എനിക്കും മക്കളെ ഭാഷാ പണ്ഡിതനും ഈ പുസ്തകത്തെ കുറിച്ച് അഭിപ്രായ വ്യത്യാസമില്ല. ഞാൻ ആസ്വാദനം എടുക്കാതെ തമിഴ്നാട്ടിലേക്ക് ഈ 2 ദിവസം നിന്ന് വായിച്ചു നോക്കുമ്പോൾ പ്രസാദകർക്കൊപ്പം അതിനോട് തോന്നിയാക്ഷരങ്ങളാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. തോന്നുന്നതല്ലേ ഈ തോന്നുന്നത് എഴുതാൻ തോന്നിക്കുന്നത് എന്താണെന്ന് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് തോന്നലുണ്ടാകുന്നത്. നിങ്ങൾ ഞാൻ ജീവിക്കുന്ന ഈ സമൂഹത്തിലെ നമ്മൾ അനുഭവിക്കുന്ന
അത് സന്തോഷമാകട്ടെ, വേക്ഷയാകട്ടെ, നൈരാശ്യമാകട്ടെ, സൗന്ദര്യം ആസ്വാദനമാകട്ടെ, എന്തോ സൗന്ദര്യാസ്വാദനം എന്ന് പറയുമ്പോൾ മേഖല വളരെ ഉയർന്ന മേഖലയിലേക്ക് എന്തോ ആകട്ടെ, ഇത് സ്വയം അനുഭവിക്കാതെ ഒന്നും എഴുതാൻ എത്ര പാണ്ഡിത്യമുണ്ടെങ്കിൽ കഴിയത്തില്ല. നമുക്കറിയാം, ഡോക്ടറേറ്റ് ഉള്ളവർ കോളേജുകളിലെ അധ്യാപകരായി ആ വകുപ്പിന്റെ തലവന്മാരായിട്ട് ഒരക്ഷരം എഴുതാതെ പെൻഷനിൽ പോകുന്നത്. അപ്പോൾ അവിടെ പാണ്ഡിത്യത്തിന്റെയും വിദ്യാഭ്യാസ യോഗ്യതയുടെയും അടിസ്ഥാനമല്ല കലയും സാഹിത്യവും എന്നുള്ളതിന് ഉത്തമ ദൃഷ്ടാന്തങ്ങളാണ്. 4ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ള മലയാള സാഹിത്യത്തിന്റെ തറവാട്ട് കാരണമാണ് പേര് പറയുന്നത്. അതാണ് തീർച്ചയായും 7ാം ക്ലാസ് വരെ പഠിച്ചത് 9ാം ക്ലാസ് പാസ്സായിരുന്നു, 10ാം ക്ലാസ് തന്നെ തോറ്റുപോയിരുന്നു. ജീവിതത്തിലോട്ട് വായിക്കുക, നമ്മുടെ മലയാള തറവാടിന്റെ ഭാഷയുടെ തറവാടിന്റെ കാരണവന്മാർ ജീവിച്ചിരുന്ന ഒരു നാടാണ്. ഇതിൽ ഒരു കാര്യം മനസ്സിലായ, അക്കാദമിക ക്വാളിഫിക്കേഷൻസ് അല്ലെങ്കിൽ യോഗ്യത അല്ല അടിസ്ഥാനം. അതുകൊണ്ടാണ് കുറച്ചുകൂടെ തോന്നാറ്. വിദ്യാഭ്യാസം ചെയ്യുന്ന വിഷയത്തിൽ മാത്രം അധിഷ്ഠിതമാകാതെ വളരെ ഫിസിക്സ് എടുക്കുന്ന ആൾ ഫിസിക്സിന്റെ കാര്യങ്ങൾ മാത്രമേ ഞാൻ കൈകാര്യം പഠിക്കുന്നത്, ഞാൻ കവിത എഴുതുക, നാടകം അവിടെ ആ സിലബസിലേക്ക് മനസ്സിങ്ങനെ ചുരുങ്ങിപ്പോയി. അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഈ സമൂഹത്തിലെ ഒരു വ്യക്തിയാണ് ഞാൻ, ഒരു മനുഷ്യനാണ് ഞാൻ, എനിക്ക് സമൂഹവുമായി ചില കാര്യങ്ങളുണ്ട്, സംവേദനം ഉണ്ടായിരിക്കണം, സംവദിക്കണം. ഇവിടെ ജീവിക്കുന്ന വ്യക്തികളുമായിട്ട് എന്റെ മനസ്സ് ചേർത്ത് വെച്ച് ജീവിച്ചു പോകണം, അല്ലെങ്കിൽ ഞാൻ സ്വാർത്ഥനാണ് എന്ന് ചിന്തിക്കുമ്പോഴാണ് ഏറ്റവും വലിയ വിദ്യാഭ്യാസ വിചക്ഷണനായി. അങ്ങനെയുള്ള എഴുത്തുകാരെ സഹൃദയമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സത്യം അല്ലെങ്കിൽ ഇവിടെ ഇതിലും അത് സാഹിത്യത്തിന്റെ ഏറ്റവും പ്രബലമായ ഒരു ഭാവമാണ് എന്ന് ഞാൻ അക്കാദമികമായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യതയിൽ നിന്ന് സാമൂഹികമായിട്ടുള്ള പഠനത്തിലൂടെ ലഭിച്ച യോഗ്യതയാണ്, അനുഭവമാണ് ഏറ്റവും വലിയ യോഗ്യത. അത് കവിക്കുണ്ട്, കഥാകാരനുണ്ട്, നോവലിസ്റ്റുണ്ട്, ഉപന്യാസകൻ, നാടകങ്ങൾ, നർമ്മ സംഗീതം. അതൊരുപക്ഷെ മറ്റൊരു വിഭാഗത്തിലുണ്ട്, അവരെ അധ്യാപകർക്കുണ്ടാകും. നമ്മുടെ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന അധ്യാപകരുണ്ട്, അവർക്ക് ആ ഒരു മാനസികാവസ്ഥ നിലനിർത്തിക്കൊണ്ടായി കുട്ടികളെ പഠിപ്പിക്കുന്നത്. ഇവിടെ ശശി തന്റെ ചിന്തകൾ അനുഭവങ്ങളുമായി ചേർത്ത് വെച്ചുള്ള ഈ ചിന്തകൾ ഇങ്ങനെ പാഞ്ഞു പോകുമ്പോൾ ശശി അവിടെ ഒരു പുസ്തകം ഇടുന്ന അദ്ദേഹത്തിന്റെ ഇടത്തിൽ മറ്റു ചിന്തകൾ അതവിടെ നിൽക്കട്ടെ. ഇനി എന്താണ് അങ്ങനെ ഈ കവിതകൾ വായിച്ചുകൊണ്ട് ശശിക്ക് ഒരു തുടർച്ച ശശി ആഗ്രഹിക്കുന്നില്ല. എന്റെ ചിന്തകൾക്ക് തുടർച്ച വേണ്ട, അവിടെ നിർത്തിയിട്ട് മാറുന്ന ചിന്തകളിലേക്ക്, മാറ്റപ്പെടുന്ന ചിന്തകളിലേക്ക് ശശി നടക്കും. അറിഞ്ഞോ അറിയാതെ കാര്യമില്ല. ഏത് കവിത എടുത്താലും ആ ഒരു ഭാഷയിൽ പറയുമ്പോൾ പൊരുത്തക്കേടുകൾ ഈ സമൂഹത്തിൽ ഉള്ളത് കാണി അതിനെ കുറിച്ച് ചിന്തിക്കുകയും ചെയ്യാൻ ശശിക്ക് സാധ്യമാകുന്നു. അതുകൊണ്ടാണ് പെട്ടെന്ന് ശശിയുടെ ചിന്ത വേറൊരു മേഖലയിലേക്ക് കടന്നു പോകുന്നത് എന്നുള്ളത്, വേറൊരു അനുഭവത്തിലേക്ക് കടന്നു പോകുന്നത്. നിങ്ങൾ എഴുതിയത് പഠനം ഈ നമുക്കറിയാലോ, ഈ 16ാം നൂറ്റാണ്ട് മുമ്പ് 80 നാരായണ പട്ടണത്തിൽ നാരായണീയം എഴുതാനുള്ള സാഹചര്യത്തിൽ വൃന്ദാവന ഭാവം
ഗുരുനാഥന്റെ വാദം മാറണ എന്ന് പറഞ്ഞാണത് 100 ദിവസം കഴിച്ചു. ആയിരത്തി 380 1450 ഇടയ്ക്ക് ജീവിച്ചിരുന്ന നിന്ന കവികൾ എന്ന് പറയുന്ന കണ്ണശൻ കവികൾ രാമനും മാധവൻ മാധവൻ ശങ്കരൻ രാമൻ 3 പേര്. മാധവൻ മലയിക്കാരനായിരുന്നു, രാമൻ നിരന്തരക്കാരനായിരുന്നു. അവർ രാമന്റെ അവരൊക്കെ കണക്ഷ കവികൾ കവികളാണ് ആ പ്രദേശത്ത്. കണശ രാമായണമോ ഭാഗവതമോ ഭാരതമാലയും ഒക്കെ തന്നെ നിങ്ങൾക്ക് എനിക്കും വായിച്ച് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു തലത്തിൽ കൊണ്ട് ദ്രാവിഡമായ ഭാഷയും സംസ്കൃതവും തമിഴും ഒക്കെ ഇടകലർത്തുന്ന ദ്രാവിഡമായ ഭാഷ. അപ്പോൾ വലിയ രാജാകാരസാണ് അതിൻ്റെ ഒരു കോപ്പി ഫോട്ടോസ്റ്റാറ്റ് എനിക്ക് വായിച്ചിട്ടൊന്നും മനസ്സിലാക്കാൻ സാധിക്കും. ആ സഞ്ചയവും പദാനുഗമമായിട്ടുള്ള ആശയങ്ങളും അർത്ഥമൊക്കെ മനസ്സിലാക്കാൻ നല്ല പണ്ടത്തില്ലാതെ അതുകൊണ്ട് സാധാരണക്കാർക്ക് പ്രാപ്യമല്ലായിരുന്നു എന്ന് ഞാൻ എഴുതി കൊടുത്ത അവകാശം സാധാരണക്കാർക്ക് പ്രാപ്യമായിരുന്നു. ഈ അടുത്ത കാലത്ത് 2 ആഴ്ചയാണ് അവസ്ഥ പറയുന്നത്. നമ്മളെല്ലാവരും അവതാരിക എഴുതുന്ന ആളോ അല്ലെങ്കിൽ ആസാദ് എഴുതുന്ന ആളോ കട്ടിലേക്ക് പറഞ്ഞു കൊടുക്കുക. ഇതിൽ തന്നെ പറഞ്ഞു കൂടിയുണ്ട്. മതമെന്നുള്ള കാര്യങ്ങളെ പറ്റി ഇങ്ങനെ അഭിപ്രായങ്ങൾ കവിമതത്തിലുള്ള അഭിപ്രായങ്ങൾ അത് മതമഭിപ്രായങ്ങളാണ്. കൂട്ടുപദങ്ങൾ ചേർത്ത് വന്നില്ല. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ സാങ്കേതികമായ ബുദ്ധിയിൽ വന്നു പോകുന്ന പോരായ്മകളാണ്, അല്ലാതെ വലിയ പോരായ്മകളുടെ ബുദ്ധിയിൽ കാണാൻ സാധിച്ചു. അതുപോലെ തന്നെ 1350 1950 ജീവിച്ചിരുന്ന നിരണം കവികൾ രചിച്ചാണ്. അത് രാമൻ രചിച്ച രാമചരിതം എന്ന് പറഞ്ഞപ്പോൾ അത് ആ 3 വാക്കുകൾ പോയി ഇറങ്ങി അസ്വാഭാവികം. ഇത് അങ്ങനെയൊക്കെ ചെറിയ പിന്നെ ഇന്ന് ആരെയും ശശിയുടെ 75 ജന്മദിനം എന്നെക്കാളും 4 വയസ്സിന് ചേട്ടനാണ്, ജ്യേഷ്ഠനാണ്. 4 വയസ്സിന് 4 പ്രാവശ്യം ശശി ഒരു കൃഷകാരനാണ്. പക്ഷേ വലിയ മനസ്സ് ഹൃദയം മക്കൾക്കറിയാം. വലിയ മനസ്സ് സ്നേഹം മാത്രമേ ശശിക്ക് തരാനായി. അത് പണമല്ല, സ്നേഹം. ശശിയുടെ 75 ജന്മദിനം ആഘോഷിക്കുന്ന ഈ വേദിയിൽ ശശി അതിനു മുമ്പായി വിവിധമായിട്ടുള്ള 20 വിഷയങ്ങളെ നിലനിർത്തിക്കൊണ്ടാണ് കവിത എഴുതുന്ന. ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. ആ പ്ലാറ്റിനം ജൂബിലി ആഘോഷം ഇടയ്ക്ക് പോയി പോവുകയാണ്. താളവസം ചില ശശി ചില വഴികളിൽ കൊടുത്ത താളമില്ല, ചിലവർക്ക് നല്ല താളം. അങ്ങനെയൊക്കെ ശരിയാവുന്ന ചിന്തകൾ മാറി. അങ്ങനെ ഈ പ്ലാറ്റിനം ജൂബിലി ആഘോഷമുള്ള കാലത്ത് ഞാൻ ചൊല്ലി നോക്കാം. ഏതെങ്കിലും താളവശം പറയുന്നത് എനിക്കൊരു പ്ലാറ്റിനം ജൂബിലി മലയാളക്കരയിൽ പതിഞ്ഞൊരു കാലം. എനിക്കൊരു പ്ലാറ്റിനം ജൂബിലി ആഘോഷമാകും നല്ലൊരു നാളിങ്ങനെ വളർന്നു പന്തലി സ്ഥിതകൾ മുട്ടിട്ട് പൂത്തു ഭംഗിയായി സുഗന്ധം പരത്തുന്നു വാടാമലരുകൾ രാപ്പകലിൽ ചർച്ച. എത്ര കണ്ടങ്ങൾ കണ്ടു ഞാൻ എന്റെ അനുഭവ ചിന്തകൾ ജനങ്ങൾ ഉദയത്തിലെത്തി
തികഞ്ഞിന്നുമേ പഠിപ്പിച്ച പാഠങ്ങൾ മറന്നില്ലേ പ്രാജ്ഞൂപി തികഞ്ഞിന്നു നിൽക്കും ഇന്നേക്ക് 75 വയസ്സ് ഇന്നേക്ക് 75 വയസ്സ്
ജന്മദിനാഘോഷങ്ങളിൽ ഒരുമിച്ചാണ് ഇവിടെ ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഈ ചടങ്ങിന് സ്വാഗതം ആശംസിക്കുന്നത് മലയാളശാലയിലെ സെക്രട്ടറിയായിട്ടുള്ള ശ്രീ ആന്റണി ഗോപൻ. അദ്ദേഹം അധ്യാപകനാണ്, കവിയാണ്. കേരളത്തിലെ അറിയപ്പെടുന്ന ഒന്ന് രണ്ട് സംഘടനകളുടെ അവതാരകനായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. പ്രിയപ്പെട്ട ശ്രീ ഗോപനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നമസ്കാരം. കഴിഞ്ഞ 1.5 പതിറ്റാണ്ടോളമായി മലയാള സാഹിത്യത്തിനും കവിതയ്ക്കും വേണ്ടി നിലകൊള്ളുന്ന പ്രസ്ഥാനമാണ് ആറ്റിങ്ങൽ മലയാളശാല സാഹിത്യ സാംസ്കാരിക വേദി. നന്മകളോരമായി നാടുകളിൽ പോകുന്ന ഈ കാലത്ത് അവയിൽ ചിലരെയെങ്കിലും തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മുടെ മാതൃഭാഷയായ മലയാളത്തിനെ നിലനിർത്താനുള്ള കഴിയുന്നത്ര പ്രവർത്തികൾ ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ആറ്റിങ്ങൽ മലയാളശാല സാഹിത്യ സാംസ്കാരിക വേദി പ്രവർത്തിച്ചത്. കവിതയും സാഹിത്യവുമെല്ലാം ഇന്നീ ലോകത്തിൻ്റെ കാലത്തിന് അന്യമായി കൊണ്ടിരിക്കുന്ന ഒരു ദുരവസ്ഥ നമ്മൾ കാണുന്നു. എല്ലാത്തിനെയും അക്കപ്പെരുക്കങ്ങളുടെ കണക്ക് കൂടുന്നു. എല്ലാത്തിനെയും ലാഭങ്ങളോട് മാത്രം കാണുന്ന ഒരു കച്ചവട സംസ്കാരത്തിൻ്റെ, കമ്പോള സംസ്കാരത്തിൻ്റെ ഈ കാലത്ത് നിഷ്പക്ഷമായ രീതിയിൽ കവിതയും സാഹിത്യവുമെല്ലാം സമൂഹത്തിൽ പ്രവർത്തിക്കുന്നു. അതിൻ്റെ നല്ല വശങ്ങൾ നമ്മുടെ ഭാവി തലമുറയ്ക്കടക്കം എത്തിക്കുക എന്നുള്ളതാണ് മലയാളശാലയുടെ ലക്ഷ്യം. അതിനായി വിവിധ പരിപാടികൾ മലയാളശാല ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നുണ്ട്. അതിലൊന്നാണ് ഈ പുസ്തക പ്രകാശനം എന്ന മഹനീയമായ ചടങ്ങ്. പുസ്തക പ്രകാശനവും സാഹിത്യ സമ്മേളനങ്ങളും കവിയരങ്ങുകളും അതേപോലെ മലയാളത്തിൻ്റെ തനതായ കലാരൂപമായ ഓണപ്പാട്ടുകളുമെല്ലാം മലയാളശാല കഴിയുന്നത്ര ഭംഗിയായി സമൂഹത്തിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പ്രവർത്തന ഭാഗമായിട്ടാണ് ഇന്ന് നമ്മുടെ എല്ലാ പ്രിയങ്കരനായ പ്രൊഫഷനായ കവി മലയാളശാലയുടെ എക്കാലത്തെയും വലിയ അഭ്യുതകാംക്ഷിയുമായ ശ്രീ അനിൽ ശശിയുടെ ഏറ്റവും പുതിയ കവിതാ സമാഹാരം അച്ഛൻ രാജാവിൻ്റെ പ്രകാശന ക്രമം ഇന്ന് മലയാളശാല ഏറ്റെടുത്ത് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നു. ഈ മഹനീയമായ വേദി സ്വാഗതം ആശംസിക്കുക എന്നതാണ് മലയാളശാല സെക്രട്ടറി എന്ന നിലയിൽ എൻ്റെ കർത്തവ്യം. ഗംഭീരമായ ഈ വേദി എന്ന അധ്യക്ഷ പദവി കൊണ്ട് അലങ്കരിക്കുന്നത് മലയാളശാലയുടെ പ്രിയങ്കരനായ പ്രസിഡന്റ് കൂടിയായ ശ്രീ സുരേഷ് പലാഷാണ്. ചിത്രകലയെ ജീവശ്വാസം പോലെ കൊണ്ടു നടക്കുന്ന ഒരു കലാകാരൻ. തനിക്ക് കിട്ടിയ ചിത്രകല എന്ന വരദാനം വരും തലമുറകളിലേക്ക് പകർന്നുകൊടുക്കുന്നതിനായിട്ട് ആറ്റിങ്ങൽ കൊളാഷ് എന്ന് പറയുന്ന ഒരു ചിത്രകലാ അക്കാദമി അദ്ദേഹം നടത്തുന്നുണ്ട്. അതിൻ്റെ ഡയറക്ടറാണ് അദ്ദേഹം. വിലമതിക്കാൻ കഴിയാത്ത ഒത്തിരി സംഭാവനകൾ ചിത്രകലയ്ക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് നമ്മുടെ പ്രിയങ്കരനായ ശ്രീ സുരേഷ് പലാഷ്. ഞങ്ങളേത് ആറ്റിങ്ങലിൽ കൊണ്ടുപോകുമ്പോൾ നഗര മധ്യത്തിൽ ബ്രിട്ടീഷുകാരുടെ ആദ്യത്തെ സ്വാതന്ത്ര്യ സമരം എന്ന് വിളിക്കപ്പെടുന്ന ആറ്റിങ്ങൽ കലാപത്തിൻ്റെ ഒരു ചിത്രം നമ്മൾ കശേരിമണയിൽ ഒട്ടുമിക്കയിലും കണ്ടിരുന്നു. ആ ചിത്രം വരച്ച് നഗരസഭയ്ക്ക് സംഭാവന ചെയ്തത് ശ്രീ സുരേഷ് പലാഷാണ്. അതേപോലെ നമ്മുടെ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന പാക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ ചിത്രമടക്കം കയ്യിൽ ശിവലിംഗവുമായിരിക്കുന്ന ശ്രീനാരായണ ഗുരുദേവന്റെ ചിത്രമടക്കം നാവായിക്കുളം ശ്രീ ശങ്കരമനസ ക്ഷേത്രത്തിലെ നമ്മൾ കാണുന്ന വിഗ്രഹത്തിൻ്റെ ആ ചിത്രമടക്കം സുരേഷ് പലാഷ് എന്ന ചിത്രകാരൻ്റെ വിരലുകളിലൂടെ വിരിഞ്ഞു വന്നതാണ്. ഈ അടുത്ത കാലത്തായിട്ട് മലയാളത്തിൻ്റെ ചിത്രമെഴുത്തവരാണെന്ന് വിളിക്കുന്ന ശ്രീ രാജാവർമ്മയുടെ പ്രിയ സഹോദരങ്ങൾ രാജരാജവർമ്മയുടെയും മംഗളാഭായിയുടെയും ഛായാചിത്രങ്ങൾ അദ്ദേഹം വരച്ച് തിരുവാതിര കൊട്ടാരത്തിന് സംഭാവന ചെയ്യുകയുണ്ടായി. പ്രൗഢഗംഭീരമായ ചടങ്ങിൽ വെച്ചാണ് കൊട്ടാരം ആ ചിത്രങ്ങൾ ഏറ്റുവാങ്ങുന്നത്. അങ്ങനെ ചിത്രകല എന്ന സാർവജനികമായ കലയെ നെഞ്ചേരി കൊണ്ട് നടക്കുകയും തന്നാൽ കഴിയുന്നിടത്തോളം സംഭാവനകൾ ആ കലയ്ക്ക് നൽകുകയും ചെയ്യുന്ന
അതുല്യ കലാകാരൻ കൂടിയായ മലയാളശാലയുടെ പ്രിയ പ്രസിഡന്റ് ശ്രീ സുരേഷ് പ്രകാശിനെ ഞാൻ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. മലയാളശാല അടിസ്ഥാനപരമായിട്ട് ഒരു എഴുത്തുകൂട്ടമാണ്. ഞാൻ അടക്കമുള്ളവരെല്ലാം അതിൻ്റെ ഭാഗമായി നിൽക്കുന്നവരാണ്. ഞങ്ങൾ ഓരോരുത്തരും തൊഴിൽപരമായിട്ട് വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്നവരുമാണ്. ഞങ്ങളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടി മലയാളശാല സാഹിത്യ സാംസ്കാരിക വേദി എന്ന ഒരു വേദിക്ക് രൂപം കൊടുക്കുകയും അതിലെ കുറ്റങ്ങളും കുറവുകളെല്ലാം തീർത്ത് അതിനെ കാലങ്ങളായിട്ട് മുന്നോട്ട് നയിക്കുകയും ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. ഞങ്ങൾ പലരുടെയും ഗുരുനാഥൻ ഗുരുസ്ഥാനീയനുമായ ശ്രീ വർക്കല ഗോപാലകൃഷ്ണൻ സാർ. അദ്ദേഹമാണ് ഇതേ വേദിയിൽ ആമുഖ പ്രഭാഷണം നടത്തുന്നത്. കവി, ചരിത്രകാരൻ, ഭാഷാ ഗവേഷകൻ, സർവോപരി മലയാള രക്ഷാധികാരിയുമാണ് പ്രിയങ്കരനായ ഗോപാലകൃഷ്ണൻ സാർ. അദ്ദേഹത്തെയും ഞാൻ ഈ വേദിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇതിവിടെ ഈ പുസ്തകം പ്രകാശനം ചെയ്യാം എന്നേറ്റിരുന്നത് നമ്മുടെ പ്രിയങ്കരിയായ ഞങ്ങൾ സമർപ്പിച്ച എസ് കുമാരിയാണ്. മാഡത്തിന് ശാരീരികമായ പ്രശ്നമില്ലാത്തതുകൊണ്ട് വരാൻ കഴിയില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. അവരുടെ അഭാവത്തിൽ ഇന്ന് ഈ പുസ്തക പ്രകാശനം നിർവഹിക്കുന്നത് ഏറ്റവും വിശിഷ്ടനായ ഒരു വ്യക്തിയാണ്. കവി, ഗാനരചയിതാവും നാടകത്തും സംവിധായകനും അഭിനേതാവും അങ്ങനെ കൈവച്ച മേഖലകളിലെല്ലാം വിജയത്തിൻ്റെ വെന്നിക്കൊടി പാർച്ചുകൊണ്ടിരിക്കുന്ന അതിലനായ കലാകാരൻ, ജ്യേഷ്ഠ സുഹൃത്തു കൂടിയായ ശ്രീ കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ സാർ. അദ്ദേഹത്തെ പരിചയപ്പെടുത്തുക എന്ന് പറയുന്നത് തന്നെ പരപ്രസമാണ്. എങ്കിൽ പോലും ഔപചാരികമായിട്ട് ഞാൻ അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇനി ഈ പുസ്തകം ഏറ്റുവാങ്ങുന്ന വ്യക്തിയും അതേപോലെ തന്നെ വിശിഷ്ടരായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. നമ്മുടെ പ്രിയങ്കരനായ കവി അച്ഛൻ സാറിൻ്റെ പുത്രിയാണ് ഇന്ന് ഈ പുസ്തകം ഇവിടെ സ്വീകരിക്കുന്നത്. കവിയുടെ മകൾ എന്നതിനപ്പുറം അധ്യാപക കൂടിയാണ് ശ്രീമതി ശ്രീകല SS. അതൊരു വലിയ അപൂർവ അനുഭവമാണ്. അച്ഛൻ്റെ കൃതാസമാഹാരം മകൾ ഏറ്റുവാങ്ങുക എന്ന് പറയുന്നത് ഒരുപക്ഷെ ജന്മപുണ്യം കൊണ്ട് മാത്രം നേടാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ആ പുണ്യവതിയായ മകളെയും പുണ്യവാനായ അച്ഛൻ്റെ പുണ്യവതിയായ ആ മകളെയും ശ്രീമതി ശ്രീകല SS-നെയും മലയാളശാലയ്ക്ക് വേണ്ടി ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇതോടനുബന്ധിച്ച് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനായിട്ട് എത്തിച്ചേരുന്ന മറ്റൊരു വിശിഷ്ട വ്യക്തിത്വമുണ്ട്. ശ്രീ പകൽക്കുനി ഈശ്വർ സാർ. കവിയും സാഹിത്യകാരൻ, സാമൂഹിക സാംസ്കാരിക പ്രവർത്തകനും സംസ്ഥാന ബാലസാഹിത്യ അവാർഡ് ജേതാവുമാണ് ശ്രീ പകൽക്കുനി ഈശ്വർ സാർ. എല്ലാ കാലത്തും മലയാളശാലയുടെ എല്ലാ കലാ പ്രവർത്തനങ്ങളിലും നമ്മോടൊപ്പം ചേർന്ന് നിൽക്കുകയും ഒരു ഗുരുനാഥനെ പോലെ ജ്യേഷ്ഠനെ പോലെ ഞങ്ങളുടെ തെറ്റുകളൊക്കെ ചൂണ്ടിക്കാണിച്ച് നേർവഴി നയിക്കുകയും നിർദ്ദേശങ്ങൾ നൽകുകയും ഒക്കെ ചെയ്തുകൊണ്ട് മലയാളശാലയോട് ചേർന്ന് നടക്കുന്ന ആ പ്രിയ കവി ഞങ്ങളുടെ ജ്യേഷ്ഠ സഹോദരനായ ശ്രീ പകൽക്കുനി സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നേരത്തെ ഇവിടെ പറഞ്ഞു, നമ്മുടെ പ്രിയങ്കരനായ കവി അച്ഛൻ സാറിന് 75-ാം ജന്മദിനമാണ്. നീണ്ട 75 വർഷങ്ങൾ അദ്ദേഹം ഈ വിശാലമായ ലോകത്ത് പൂർത്തിയാക്കിയിരിക്കുകയാണ്. ആ നീണ്ട 70 വർഷങ്ങളിൽ ഞാൻ അനുഭവിച്ച സുഖവും സന്തോഷവും കണിയും വേദനയും ആത്മഹർഷവും എല്ലാമാണ് അദ്ദേഹത്തിൻ്റെ കവിതകളായിട്ട് നമുക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത്. ഇവ കവിയുടെ കാവ്യയാത്രയും ജീവിതയാത്രയും എല്ലാം നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ ശ്രീ വിജയൻ പാലാഴി സാറാണ്. ആറ്റിങ്ങൽ ശശി @75 എന്ന പ്രഭാഷണത്തിലൂടെ പാലാഴി സാറിനെ കുറിച്ചൊക്കെ ഞാൻ പറയേണ്ട കാര്യമില്ല. കേരളം അറിയപ്പെടുന്ന കവിയും നാടകകൃത്തും അഭിനേതാവും അതിലൊക്കെ ഒരു 30 വർഷത്തോളം പത്രപ്രവർത്തന രംഗത്ത് സജീവമായിരുന്നുകൊണ്ട് പത്രത്തിലൂടെ പറയാനുള്ള കാര്യങ്ങൾ സ്പഷ്ടമായി വ്യക്തമായി വിളിച്ചു പറയാൻ വേണ്ടി കാണിച്ച പത്രപ്രവർത്തകൻ, മലയാളശാലയുടെ ഏറ്റവും വലിയ പരിപാടിയായിട്ടുള്ള ഓണപ്പാട്ടുകൾ എന്ന സംഗീത പരിപാടിയുടെ നായകനുമാണ് ശ്രീ വിജയൻ പാലാഴി സാർ. പ്രിയങ്കരനായ വിജയൻ പാലാഴിയെ ഞാൻ ഈ വേദിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മലയാളശാലയിൽ ഒട്ടുമിക്ക പേരും കവികളും കഥാകൃത്തുക്കളും ഒക്കെയാണ്. 1-2 പേരാണ് വിമർശകർ ഗുരുവരുമായിട്ടൊക്കെ ഉള്ളത്. അതിൽ ഒന്നാമത്തെ ആളുടെ പ്രിയങ്കരയായ നമ്മുടെ സുജാത കമല ടീച്ചറാണ്. അധ്യാപികയും സാഹിത്യ പ്രവർത്തകയും
അനവധി തവണ സർക്കാർ ജീവനക്കാർക്കുള്ള കഥാരചനാ മത്സരത്തിൽ തത്സമയ കഥാമത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയതുമായ സാഹിത്യ പ്രവർത്തകയാണ് ശ്രീമതി സുജാത മലൻ. എഴുത്തിൻ്റെയും സാമൂഹ്യ മേഖലകളിൽ തൻ്റെതായ വ്യക്തിമുദ്ര കുറിച്ചുകൊണ്ട് മുന്നേറുന്ന ശ്രീമതി സുജാത മലൻ മലയാളശാല എന്ന എഴുത്തുകൂട്ടത്തിലെ നിരൂപകയാണ്, വിമർശക കൂടിയാണ്. പ്രിയങ്കരായ സുജ ടീച്ചറെയും മലയാളശാലയ്ക്ക് വേണ്ടി ഞാൻ ഈ വേദിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മലയാളശാലയിലെ മറ്റൊരു എഴുത്തുകാരനും കവി വിമർശകനുമാണ് ശ്രീ വിനു വേലായുധൻ. ഇന്ന് അദ്ദേഹത്തിൻ്റെ അമ്മയുടെ ആണ്ടുപ്രമാണത്തിൽ എത്തിച്ചേരാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടായിരുന്നെങ്കിലും ഈ പരിപാടിയിൽ എല്ലാ ആശംസകളും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. എത്തിച്ചേർന്നിട്ടില്ല എങ്കിലും ഞങ്ങളിൽ ഒരാളായ ഞങ്ങളെല്ലാം അഭിമാനമായ ശ്രീ വിനു വേലായുധനെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. മലയാളശാലയിൽ വർഷങ്ങളായി പ്രവർത്തിക്കുന്ന ആളാണ് ശ്രീ മഞ്ജീവ് ഉദയകുമാർ. അറിയപ്പെടുന്ന സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകനും സർവോപരി ഒരു കവിയുമാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കവിസമാഹാരം ഓർമ്മം എന്ന കവിസമാഹാരം പ്രകാശിതമായത് മലയാളശാലയിലൂടെയാണ്. പ്രിയങ്കരനായ മഞ്ജീവ് ഉദയകുമാർ സാറിനെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി വേദിയിലേക്ക് ആശംസിക്കാനായിട്ട് എത്തിച്ചേർന്നിട്ടുള്ള ശ്രീ ഷിനു വർക്കല കലാകേരള പ്രതിനിധിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ മലയാളശാലയ്ക്ക് വേണ്ടി ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ കോട്ടയത്ത് നിന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ശ്രീമാൻ ജോസ് മാത്യു. ഈ വൈകിയ വേളയിൽ ഇത്രയും പ്രതികൂല കാലാവസ്ഥയിൽ ഇത്രയും സഞ്ചരിച്ച് നമുക്കൊപ്പം ചേരാനായിട്ട് എത്തിയിരിക്കുന്ന പ്രിയങ്കരനായ ശ്രീ ജോസ് മാത്യു സാറിനെ മലയാളശാലയ്ക്ക് വേണ്ടി ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഇതേ മനോഹരമായ പ്രാർത്ഥനാ ഗീതം ആലപിച്ചത് മലയാളശാലയുടെ അവിഭാജ്യ ഘടകമായിട്ടുള്ള ശ്രീമതി അശ്വതിയാണ്. മലയാളശാല അവതരിപ്പിക്കുന്ന ഓണപ്പാട്ടുകൾ എന്ന വ്യത്യസ്തയാർന്ന പരിപാടിയിലെ പ്രമുഖ ഗായിക കൂടിയാണ്, സംഗീതാധ്യാപിക കൂടിയായിട്ടുള്ള ശ്രീമതി അശ്വതി ശങ്കർ. ശ്രീ അശ്വതിയെ ഞാൻ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കവി എത്ര വലിയവനാണെങ്കിലും കാവ്യം എത്ര മനോഹരമാണെങ്കിലും ഇത്തരം സദസ്സുകളിലാണ് അതിൻ്റെ മഹത്വം വെളിപ്പെടുന്നത്. ഇന്നത്തെ കാലം എന്ന് വിളിക്കാവുന്ന തീർച്ചയായിട്ടും പ്രിയങ്കരനായിട്ടുള്ള കവി ശ്രീ അനിൽ ശശിധരനാണ്. ഇനി ഈ പരിപാടിക്ക് മറുവാക്ക് ചൊല്ലുന്ന മറുപടി പറയുന്ന പ്രിയങ്കരനായ കവി ശ്രീ അനിൽ ശശിധരനെയും ഞാൻ വേദിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ പുസ്തക പ്രകാശനത്തിന് ശേഷം ഇവിടെ ഒരു കവിയരങ്ങ് ഗംഭീരമായ ഒരു കവിയരങ്ങ് സംഘടിപ്പിച്ചിട്ടുണ്ട്. ആ കവിയരങ്ങ് വഹിക്കുന്നത് മലയാളശാലയുടെ പ്രിയങ്കരനായ ശ്രീ ദീപക് പ്രഭാകരനാണ്. കവിയും അധ്യാപകനും അഭിനേതാവും ഒക്കെയായ ശ്രീ ദീപക് പ്രഭാകരനെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എത്രയൊക്കെ സംഘടിപ്പിച്ചാലും ഒരു പരിപാടി വിജയമാകുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ പ്രേക്ഷകരുടെ സഹകരണത്തോടു കൂടിയാണ്. കവിയും കായവും എത്ര മനോഹരമാണെങ്കിലും ആസ്വാദനമില്ല എങ്കിൽ അവയ്ക്കൊന്നും യാതൊരു സ്ഥാനവുമില്ല എന്ന് നമുക്കറിയാം. പ്രേക്ഷകനൊരു വസ്തു ഉലകിൽ പ്രേക്ഷകനില്ലെന്നാണ് എന്ന് പാടിയിരുന്നത് മഹാകവി ഉള്ളൂ. ഏത് വസ്തുവിൻ്റെയും സൗന്ദര്യം അത് കാണുന്നതിൻ്റെ കടലാണ് എന്ന് പറയുന്നത് പോലെ ഒരു പുസ്തകമായാലും കാവ്യമായാലും സദസ്സായാലും ഒക്കെ വേദിയായാലും ഒക്കെ വളരെ മനോഹരമാക്കുന്നത് ഇവിടെ ചെയ്തിരിക്കുന്ന സഹൃദയരായ ഓരോരുത്തരുമാണ്. നിങ്ങൾ ഓരോരുത്തരെയും പ്രത്യേകം ഈ വേദിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വേദിയിൽ സദസ്സിലിരിക്കുന്ന വളരെയേറെ സന്തോഷത്തോടെയാണ് വേദി കണ്ടത്. കാരണം മലയാളശാലയുടെ തുടക്കക്കാരിൽ ഒരാളാണ് മലയാളശാല ഗോപാലസ്ഥാനത്തെ നേതൃത്വത്തിൽ തുടങ്ങുന്ന സമയങ്ങളിൽ മലയാളശാലയുടെ ഉണ്ടായിരുന്നതാണ് അദ്ദേഹത്തിൻ്റെ 5ാമത്തെ പുസ്തകമാണ് ഇവിടെ പ്രകാശനം ചെയ്യപ്പെടുന്നത്, അച്ഛൻ രാജാവ്. മലയാളശാലയെ കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നത് കൂടുതലായി പറഞ്ഞു കഴിഞ്ഞു. സാഹിത്യ മേഖലയ്ക്ക് പ്രത്യേകിച്ച് കുട്ടികളെ സ്കൂളിൽ കേന്ദ്രീകരിച്ച് ഒത്തിരി സാഹിത്യ പ്രവർത്തനങ്ങൾ എഴുത്ത് ചൊല്ലിക്കാൻ ഇത്തരം സാഹിത്യ പരിപാടികൾ മലയാളശാല ചെയ്യുന്നത്. പ്രത്യേകിച്ച് മലയാളികളുടെ വിഭാവന സ്മരണ, നമ്മുടെ ഓണം മലയാളികളുടെ ഏറ്റവും
പ്രിയപ്പെട്ടതാണ്. ഇവിടെ ആരെയുണ്ടോ ഇവിടെ പോകണം നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അത്തരം ഈ ഓണപ്പാട്ടുകൾ വില സാറ് അത് ശേഖരിക്കുകയും അത് നമ്മൾ എല്ലാ വേദികളിലും പ്രാരംഭ്യമുള്ള കാര്യം സ്കൂളുകളിൽ ഈ NSS ക്യാമ്പ് ക്യാമ്പിൽ സഹിതം ഈ പാട്ടുകൾ ഞങ്ങൾ അവതരിപ്പിക്കാറുണ്ട്. അത് മുമ്പൊരു വർഷം മുമ്പുള്ള ഓണപ്പാട്ടുകൾ അവതരിപ്പിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ശാലയിലെ സാഹിത്യ പ്രവർത്തനങ്ങൾ. തീർച്ചയായിട്ടും തന്നെ ഒന്നും പറയുന്നില്ല. ഏതായാലും ഈ 75 പിന്നീടുള്ള പ്രിയപ്പെട്ട പരിശാലൻ ഐക്യത്തിലേക്ക് സൗകര്യങ്ങൾ നേർക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. വിശിഷ്ട വ്യക്തിത്വങ്ങളിൽ കാവ്യ ജീവിതവും സാഹിത്യ ജീവിതവും സാംസ്കാരികത നയിക്കുന്ന പ്രിയപ്പെട്ട സാഹിത്യം ആന്റിക ശശിയുടെ 5ാമത്തെ പുസ്തകമായ അച്ഛൻ രാജാവ് എന്ന കാവ്യ സമാഹാരം പ്രകാശനം ചെയ്യുന്ന ഈ ദിനത്തിൽ ആമുഖ പ്രഭാഷണം നടത്തേണ്ട കടമയായിരുന്നു. കവിയെക്കുറിച്ച് ഒന്നിരണ്ട് കാര്യങ്ങൾ പറഞ്ഞ് വാക്ക് അവസാനിപ്പിക്കും. 1956 നവംബർ 1 മുമ്പ് ശ്രീനാഥിന്റെ ഭാഗമായിരുന്നു കന്യാകുമാരി ജില്ല. നവംബർ 1 ഈ ജില്ല നമുക്കില്ലാതായി. കർണാടകത്തിൽ നാഗപൂർ കഴിഞ്ഞ ഏറ്റവും വലിയ പട്ടണമാണ് മാർത്താണ്ഡം. മാർത്താണ്ഡം വഴി മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ 1740 തോൽപ്പിച്ച് കുളച്ചലിലേക്ക് പോകാം. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ മാർത്താണ്ഡത്ത് എത്തി കുളച്ചൽ വഴി കുളച്ചലിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ ആന്റിക ശശി ശിവാലയ വട്ടം കഴിഞ്ഞ് തനി വായിക്കാൻ ഇങ്ങനെ കാത്തുകൊണ്ടത് വരികയാണ്. ഞാൻ അത്ഭുതപ്പെട്ടു. ഒരിക്കലും ആന്റിക ശശിയെ മാർത്താണ്ഡത്ത് നിന്ന് കുളച്ചൽക്കുള്ള വഴി പ്രതീക്ഷിക്കുന്നില്ല. പ്രതീക്ഷിക്കാതെ കാണുമ്പോൾ ഉണ്ടാകുന്നതിന് ശേഷം കാര്യം പരിചയം എത്രയോ വർഷമായി അദ്ദേഹം ശിവാലയ വട്ടം നടത്തുന്നു. ഇപ്പോൾ അംബേദ്കർ പ്രഭാതമാണ് ഡൽഹിയിൽ ഒരു അപാരമാണ് മാത്രമല്ല ഒരു സഞ്ചാരമാണ്. അപ്പോൾ ഒത്തിരി കാശ് ചെലവാണ്. എന്നോട് ഈ കാര്യം പറയുമ്പോൾ ഞാൻ ചോദിച്ചു ഇത്രയും കാശ് ചെലവാക്കണമായിരുന്നു. അപ്പോൾ പറഞ്ഞു പൈസ വരും പോകും. ഞാൻ താഴ്ന്നവൻ കണ്ടു. ഞാൻ താഴ്ന്നവൻ കണ്ടു. താഴ്ന്നു ഇല്ല. ഞാൻ പൈസ വരും പോകും. പിന്നെ ഞാൻ താഴ്ന്നവന്റെ മുമ്പിൽ നിന്ന് കവിത ചൊല്ലി ശശി നമിക്കുന്നു. അതാണ് ശശി കവിത ചെയ്തപ്പോ തനിക്ക് എന്താണെന്ന് തോന്നുന്നത് അത് എഴുതുന്നു. കവിത ഉണ്ടെങ്കിൽ ശരി, ഇല്ലെങ്കിൽ ശരി. പല വരികളിൽ കവിതയില്ല. ഇടയ്ക്ക് 2 വരികൾ ഉന്നതമായ കവിതയാണ്. അപ്പോൾ ശശിയുടെ കവിത എന്ന് പറയുന്നത് കവിതയില്ലാത്ത വലിയ ആത്മാവും കവിത ഉള്ളവരുടെ ആത്മാവും 2 ചേർന്നാണ് ശശിയുടെ കവിത. ഒരു മാസം മുമ്പുണ്ട് എനിക്ക് 75 വയസ്സാകാൻ പോകുന്നു. ഞാൻ പറഞ്ഞു പറയാനുള്ള നിങ്ങളൊക്കെ പറയുന്നതല്ല. അല്ല, 75 വയസ്സായി. 75 വയസ്സായ ജന്മദിനം ഞാൻ മാറ്റങ്ങൾ കോളേജ് നാട്ടിൽ നിന്ന് തന്നെ വേണം. ഇത്രയും വേണം, അവിടെ തന്നെ വേണം. എന്തിനാ 75 കവികളെ ഞാൻ വിളിക്കും. അവർ കവിതകൾ ഉച്ചഭക്ഷണം കൊടുക്കും, ആനന്ദം ചായ കൊടുക്കും, പായസം കൊടുക്കും, ഒക്കെ പറയും. പക്ഷെ നേരത്തെ എല്ലാം നിശ്ചയിക്കുന്നു. പായസം കൊടുക്കും, ചായ കൊടുക്കും, വയനാട് കൊടുക്കും. അങ്ങനെ ഒരു നിഷ്കളങ്കമായ കവിയുടെ പുറമേയുള്ള വെളിപ്പെടുത്തും. 75 കവികൾ വരുമെന്ന് പ്രതീക്ഷിക്കും. എന്നിട്ട് ഞാൻ പറഞ്ഞ പുസ്തകത്തിന് 100 രൂപ വിലയിടണം. കാരണം 25 രൂപ തരാൻ
അദ്ദേഹത്തെ കുറിച്ച് പറയാൻ ഞാൻ പറയേണ്ട നിർത്തുന്നു. നന്ദി, നമസ്കാരം. അതേ മുഖ്യ പ്രഭാഷണവും അതോടൊപ്പം പുസ്തക പ്രകാശനവും കാര്യമൊക്കെ ചെയ്യുന്നതാണ്. പുസ്തകം ഏറ്റുവാങ്ങുന്നത് സാറിൻ്റെയും സ്വീകരണമാണ്. രണ്ടുപേരും പറയുമ്പോൾ ആറ്റിങ്ങിൽ മാത്രമല്ല ചുറ്റുമുള്ള കൂടി അഭിമാനിക്കുവാൻ ആ വിധത്തിലുള്ള സാഹിത്യ സാംസ്കാരിക വിദ്യാഭ്യാസ സംഭാവനകൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടായ്മയാണ് മലയാള സാഹിത്യ സാംസ്കാരിക വേദി എന്ന് അനുഭവപ്പെടുന്നത് അറിഞ്ഞിട്ടുള്ള ഒരു വേദിയാണ് ഞാൻ. ഇന്നതിൻ്റെ തുടർച്ച ആറ്റിങ്ങൽ ശശി എന്ന് പറയുന്ന ഞാൻ അദ്ദേഹത്തെ ബ്രാക്കറ്റിൽ എന്ന് പറയും. ഇത്രയും പാവപ്പെട്ട മനുഷ്യൻ സാമ്പത്തികമായിട്ടുള്ള ബ്രാക്കറ്റിൽ പാവം ശശി. കാരണം നിഷ്കളങ്കമായ മനസ്സുമായി നമ്മുടെ അടുത്ത് ഓടിയെത്തുന്ന സാമ്പത്തികമില്ല അന്തസ്സായ പെരുമാറ്റവുമായി നമ്മുടെ അടുത്തേക്ക് എപ്പോഴും സ്നേഹത്തോടെ സൗഹൃദത്തോടെ ഓടിക്കുന്ന ശശിയാണ് ആറ്റിങ്ങൽ ശശി, അല്ലെങ്കിൽ പാവം ശശി. അയാള് സമ്പത്ത് കൊണ്ട് താഴെ കഴിയുന്നതല്ലേ, ഈ പറഞ്ഞ സമ്പത്ത് കൊണ്ട് അദ്ദേഹം ഉയർച്ചയുണ്ട്. അങ്ങനെയുള്ള ആറ്റിങ്ങൽ ശശിയുടെ 20 കവിതകൾ ഉൾക്കൊള്ളുന്ന 48 പേജുകൾ കുറച്ചെടുക്കുന്നതാണ്. 75 രൂപയ്ക്ക് കലാകേരള പബ്ലിക്കേഷൻസ് വളരെ മനോഹരമായി കവർ ചെയ്ത് അകത്തെ അച്ചടിക്ക് ചെറിയ കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. ഞാനത് കുറ്റപ്പെടുത്തുകയല്ല. പ്രൂഫ് റീഡിങ് ചെയ്തതിൽ ചെറിയ അക്ഷര പിശകുകളൊക്കെ വന്നിട്ടുണ്ട്. അത് ഏത് പുസ്തകത്തിനും വരുന്നതാണ്, പക്ഷെ പറയാൻ പാടില്ല. അത് വളരെ ആശംസിക്കുന്നു. എന്നെ സംബന്ധിച്ചൊരു അത്ഭുതം തന്നെയാണ്. ഞാൻ പരിചയപ്പെടുന്ന ആൾ മുതൽ ഒരേപോലെ വളരെ സൗമ്യനായി എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന, എപ്പോഴും എഴുതാൻ തയ്യാറായിട്ടുള്ള, അത്ഭുതങ്ങൾ നമ്മുടെ മുന്നിൽ കാണിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. ഒരു ദിവസം രാവിലെ എന്ന് പറഞ്ഞ് ഞാൻ ഡൽഹിയിൽ പോകുന്നു. അന്ന് ഡൽഹിയൊക്കെ ഞങ്ങൾക്കും വലിയൊരു അത്ഭുതമാണ്. സാറിനെ പോവുകയാണ് കവിയായിട്ട് അദ്ദേഹത്തെ അംഗീകരിച്ച ഡൽഹി യാത്ര. അത്തരത്തിൽ പലപ്പോഴും ഇന്നലെയൊക്കെ എന്നെ ഞെട്ടിപ്പിച്ച ഒരുപാട് സംഭവങ്ങൾ അദ്ദേഹം പറഞ്ഞു. അതെല്ലാം ഈ വഴിയെ നമ്മൾ അദ്ദേഹത്തിൻ്റെ ഇതിൽ നിന്ന് കേൾക്കാം. ഒരു മരണത്തിലേക്ക് യാത്രയായതും അതിൽ നിന്ന് രക്ഷപ്പെട്ടതും ഒക്കെ. അതിനും അത്ഭുതം ഇവിടെ ഗോപാലകൃഷ്ണ സാർ പറഞ്ഞു, ശിവാലയ ഓട്ടത്തിന് നടന്ന് ഓടിയും പോകുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോഴും അങ്ങനെയാണ് നടന്നു പോകുന്നത്. ഞാൻ 2 വീലറിൽ ഒരിക്കലും ഒരുപാട് പ്രാവശ്യം ശിവാലയം പോയിട്ടുണ്ട്. അങ്ങനെ ഒരിക്കൽ 3ാമത്തെ ക്ഷേത്രത്തിൽ നിന്നപ്പോൾ എൻ്റെ കുറേ പുറകിൽ ശരിസാർ നിൽക്കുന്നു. പിന്നീട് ഞാൻ 2 വീലറിൽ പോയപ്പോൾ ആ വയല് വഴിയൊക്കെ ഇങ്ങനെ ഓടിപ്പോകും. ആ പ്രായത്തിലും അതിനുള്ള ആ ഒരു ആർജവം അദ്ദേഹത്തിൻ്റെ കവിതകളൊക്കെ അങ്ങനെയാണ്. ഏറ്റവും മഹത്തരമൊന്നും അല്ല. നേരത്തെ കാര്യങ്ങളൊക്കെ സാർ പറഞ്ഞതുപോലെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ നിഷ്കളങ്കമായ തന്റെ ഭാഷയിൽ പ്രകടിപ്പിക്കുന്ന ആറ്റിങ്ങൽ ശശി സാർ. അദ്ദേഹത്തിന്റെ അവസാനത്തെ ഈ അച്ഛൻ രാജാവായ പുസ്തകത്തിലെ അവസാനത്തെ കവിതയാണ് കാര്യങ്ങളൊക്കെ സാർ മനോഹരമായി ആരംഭിച്ചത്. അതിൽ പറയുന്നു, ഞാൻ ഏറ്റവും വലിയ ആനന്ദ സാഗരത്തിൽ ആറാടി നിൽക്കുകയാണ്. ഈ ആനന്ദം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ അവസാന നാളുകൾ വരെ ആ ആനന്ദം തുടരട്ടെ എന്ന് ഹൃദയത്തിന്റെ ഭാഷയെ ആശംസിക്കുന്നു. സാറിന് എന്റെ ജന്മദിന ആശംസകൾ. സ്നേഹനിറഞ്ഞവരെ, ആത്മാർത്ഥതയുടെ സുഗന്ധം നിലനിൽക്കുന്ന ഈ അന്തരീക്ഷത്തിൽ ആത്മമിത്രം ശ്രീ ആറ്റിങ്ങൽ ശശിയുടെ 75ാമത് ജന്മദിനം അർപ്പണപൂർവ്വം ആഘോഷിക്കുന്ന ഈ വേളയിൽ അദ്ദേഹത്തിൻ്റെ 5ാമത് പുസ്തകത്തിൻ്റെ പ്രകാശനം നടന്നു കഴിഞ്ഞ ഈ അവസരത്തിൽ തുടർന്ന് നടക്കുന്ന സർക്കാർ
എന്നുള്ളതാണ് എൻ്റെ ജോലി. ഏതാണ്ട് 50 വർഷത്തോളം ആയി പരിചയമുള്ള ഒരു സുഹൃത്താണ് ശ്രീ ആന്റണി ശശി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ 75ാമത് ജന്മദിനാഘോഷ പരിപാടിയിൽ പങ്കെടുക്കണം എന്ന എൻ്റെ മാത്രമായ ഒരു വൈകാരിക ബുദ്ധിയോടു കൂടിയാണ് ഡോക്ടറുടെയും വീട്ടുകാരുടെയും വരവുണ്ടായിട്ടും ഞാൻ ഞാൻ വന്നില്ലെങ്കിൽ നടക്കില്ല എന്നുള്ള ചിന്ത കൊണ്ടല്ല, എനിക്ക് എന്തായാലും എത്തിച്ചേരണം. ഞാൻ പലപ്പോഴും ഗോവത്തിൽ വന്ന കാലം മുതൽ ശശിയെ സമ്മേളനങ്ങളിൽ ഒക്കെ കാണാനുള്ള ഒരു സുഹൃത്താണ്. പിന്നെ ഞങ്ങൾ ഗോവത്തിൽ തന്നെയാണ് താമസം. ഇപ്പോൾ ശശി ശ്രീകാര്യത്തിൽ താമസം. അപ്പോൾ അങ്ങനെ വ്യക്തിപരമായി വളരെയേറെ അടുപ്പമുള്ള എൻ്റെ ആത്മവിക്രമത്തിൻ്റെ 75ാമത് ജന്മദിനാഘോഷവും പുസ്തക പ്രകാശനവും നടക്കുന്ന ഈ വേളയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്. അദ്ദേഹത്തിന് എല്ലാവിധ ആയുർവേദ സൗഭാഗ്യങ്ങളും കവിതാകൾക്ക് അഭിവൃദ്ധിയും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി അദ്ദേഹത്തോട് അദ്ദേഹത്തിന് ഹൃദയം നിറഞ്ഞ ആശംസകൾ അർപ്പിക്കുന്നു. ഇവിടെ പുസ്തകത്തെക്കുറിച്ച് ശ്രീ ശശിയെക്കുറിച്ച് വളരെ വിശദമായി എല്ലാവരും സംസാരിച്ചു കഴിഞ്ഞു. ഇനി സംസാരിക്കാനുള്ള പ്രിയ സുഹൃത്തുക്കൾ, അധികാരികമായി തന്നെ സംസാരിക്കാൻ കഴിയുന്നവർ ഒക്കെ എത്തിച്ചേർന്നിട്ടുണ്ട്. എന്തായാലും വളരെ ധന്യമായ ഒരു മുഹൂർത്തമാണ്. ഈ മുഹൂർത്തം ഒരുക്കിയതിൽ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച മലയാള ശാല എടുത്തു പറയേണ്ട കാര്യം, എന്നെ പോലെ ശശിയെ പോലെയൊക്കെ ഈ മുഖ്യധാരയിൽ വലിയ വലിയ സംഘടനകൾ പൊട്ടിപ്പൊട്ടിച്ച് ഇത്തരം സപ്തതിയോ ഷഷ്ടിപൂർത്തിയോ ഒന്നും അങ്ങനെ ആഘോഷിക്കാറില്ല. അപ്പോൾ അത്തരം ആളുകൾക്ക് തീർച്ചയായും അർഹമായ അംഗീകാരവും പരിഗണനയും നൽകുന്നതിന് എന്നും മുന്നിൽ നിൽക്കുന്ന മലയാള ശാല പല സന്ദർഭങ്ങളിലും സംഘടനയുമായി ചേർന്ന് പ്രവർത്തിക്കുവാൻ എനിക്ക് അവസരം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തകരെ എത്ര അഭിനന്ദിച്ചാലും അധികമാകില്ല. അതിൻ്റെ ചുമതല പിടിക്കുന്ന പ്രിയങ്കരനായ ശ്രീ സുരേഷ്, ശ്രീ ആന്റണി ഗോപൻ, രക്ഷാധികാരിയായി പ്രവർത്തിക്കുന്ന ഉൾപ്പെടെയുള്ള സുമനസ്സുകൾ ഇതുപോലെയുള്ള കർമ്മങ്ങൾ തീർച്ചയായും ഏറ്റെടുത്ത് നടത്തണം. അത് ഭാവി സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തിച്ച് നിൽക്കുന്നവർക്ക് ഒരു ഉത്തേജനവുമാകും എന്ന കാര്യത്തിൽ സംശയമില്ല. ആന്റണി ശശിയുടെ പുസ്തകത്തെക്കുറിച്ച് വളരെയധികം ഞാൻ സംസാരിക്കുന്നില്ല. കാരണം അദ്ദേഹം പറയാനുള്ളത് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പുറകെ ഇങ്ങനെ സ്നേഹം അപാരമായ ഭാവമാണ്. ബന്ധങ്ങളായാലും സ്നേഹിതരായാലും ഒരു നിമിഷം കൊണ്ട് ചില വാക്കുകളിൽ ആരും പിണങ്ങി. അത് അകലങ്ങൾ കടന്നുപോയാൽ ബന്ധങ്ങളുമില്ല, സ്നേഹത്തിലുമില്ല. അതാണ് അപാരമായ സംഭവം എന്ന് പറയുന്നത്. പ്രകൃതിയുടെ തീരുമാനം മറികടന്നതായും തന്നെ നല്ലതാകാൻ ശ്രമിക്കും. പോയത് പോകട്ടെ, ഇനിയെങ്കിലും ശ്രമിക്കും. ആത്മാർത്ഥതയുടെ ശ്രദ്ധമത്തിൽ നിൽക്കുന്ന വാക്കുകളാണ്. അമ്മ മക്കളെ ഉപദേശിക്കുന്നത് പോലെ അതിനാൽ സാഹിത്യ ഭാഗ്യമുണ്ടാണ്. അമ്മ ഹൃദയത്തിൻ്റെ മക്കളെ നീ നല്ലതേ ചെയ്യാവൂ എന്ന് പറയുന്ന നിഷ്കളങ്കമായ ഒരു പ്രസ്താവനയാണ് ഈ പുസ്തകത്തിൻ്റെ പുറകെ തനിക്ക് പറയാനുള്ളതായിട്ട് ശ്രീ കവി ആന്റണി ശശി രേഖപ്പെടുത്തിയിരിക്കുന്നു. ആസ്വാദനത്തിൽ ഉദ്ധരിച്ചിട്ടുള്ള ഒരു കാര്യം സൂചിപ്പിക്കാം. ഞാൻ മറന്നെന്ന് നിങ്ങൾക്ക് തോന്നിയോ എന്ന് പറയുമ്പോൾ ഒരിക്കലും എൻ്റെ സുഹൃത്തുക്കളുടെ ആരെയും കവി മറക്കാറില്ല. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയെങ്കിൽ അതെന്റെ യുദ്ധമല്ല എന്ന് അതിൻ്റെ വാക്കും. മറ്റൊന്ന്, ഉരുക്കിയെടുത്തൊരു അക്ഷരം എന്നും കവിതയില്ല. തൻ്റെ 75 വർഷത്തെ ത്യാഗ സുലഭ്യമായ ജീവിതം ഉരുക്കിയെടുത്തതിൻ്റെ ആകത്തുക
അക്ഷരമെടുത്ത് കലക്കിയെടുത്ത് പിടിക്കണം. ഞാൻ ആരാണെന്നതിൻ്റെ കവിത എന്താണെന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഞാൻ എഴുതിയ അക്ഷരം ഇത് കലക്കിയെടുത്ത് പിടിച്ചാൽ മതി. ഇത് വളരെ ലളിതമായി സ്നേഹത്തോടെ അദ്ദേഹം നമ്മളോട് ഉപദേശിക്കുകയാണ്. ആ നിഷ്കളങ്കമായ കാപട്യമില്ലാത്ത ആ ഇടപെടൽ, ആ വാക്കുകൾ, അത് തന്നെയാണ് ആറ്റിങ്ങൽ ശശിയുടെ സാഹിത്യരംഗത്തെ ഏറ്റവും വലിയ സംഭാവന. ശ്രീ വർക്കലഗോപൻ സാർ സൂചിപ്പിച്ചതുപോലെ ആറ്റിങ്ങൽ ശശിയുടെ കവിത അദ്ദേഹത്തിൻ്റെത് മാത്രമാണ്. 50 വർഷം ഈ കവിതാ രംഗത്ത് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും ആ കാലത്തിനനുസരിച്ച് ആറ്റിങ്ങൽ ശശി രചനയിലോ വിഷയകാര്യത്തിലോ ആവിഷ്കാരത്തിലോ വലിയ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അതാണ് ആറ്റിങ്ങൽ ശശി. എനിക്ക് എൻ്റേതായ കവിതയിലായാലും വ്യക്തിജീവിതത്തിലായാലും എൻ്റേതായ ഒരു വ്യക്തിത്വമുണ്ട്. ആ അടയാളം ഞാൻ ഇങ്ങനെ ശക്തമായി രേഖപ്പെടുത്തുന്നു. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേര് ഏറ്റവും ആകർഷകമായി തോന്നിയത് ഈ പുസ്തകത്തിൻ്റെ പേരാണ്. ശ്രീ കാര്യവട്ടം അതോടെ സൂചിപ്പിച്ചു, അച്ഛൻ രാജാവ്. ഈ പുസ്തകം ഒരു പക്ഷേ വായിക്കാത്തവർ ഒരു പക്ഷേ ആദ്യമായി ഇങ്ങനെ ഒരു പുസ്തകത്തിന്റെ ശീർഷകം കേൾക്കുമ്പോൾ അതൊരു പേര്, അച്ഛൻ രാജാവ്. പക്ഷെ പിന്നെയും പിന്നെയും ഈ മനസ്സിൽ അത് കൊള്ളാനും കൊള്ളാതെ ഇങ്ങനെ കിടക്കുമ്പോൾ അച്ഛൻ രാജാവ്, അമ്മ രാജ്ഞി, മക്കളെല്ലാം പ്രജകൾ, അതും പ്രജകളുടെ ക്ഷേമൈശ്വര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു രാജ്യം. അത് തന്നെയാണ് ഒരു കുടുംബത്തിന്റെ വിജയത്തിന് അടിസ്ഥാനം. അത് ഇങ്ങനെ ഈ പുസ്തകം വായിക്കാതെ തന്നെ നമ്മുടെ മനസ്സുകളിൽ നിന്ന് ഇന്ന് ഇവിടുന്ന് പോയാൽ പോലും ആറ്റിങ്ങൽ ശശി പ്രകാശനം ചെയ്ത പുസ്തകത്തിന്റെ പേരുകൾ ഒരാളിന് മറന്നുപോയല്ലോ എന്ന് ഒരാൾ പറയില്ല. കാരണം ഇത് മനസ്സിൽ ഇങ്ങനെ കയ്യിൽ കൊത്തിയതുപോലെ കിടക്കും. അച്ഛൻ രാജാവ്,